കാന്താര ചാപ്റ്റർ 1 അതിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. വളരെ മികച്ച പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ എക്സ്പെക്ടേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ട്രെയിലറാണ് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. കാന്താര എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ വളരെ ചെറിയ ബഡ്ജറ്റിൽ വരികയും ഒത്തിരി കളക്ഷൻസ് വേൾഡ് വൈഡ് കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹ്യൂജ് സക്സസ് ആണ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാന്താര ചാപ്റ്റർ 1 കുറിച്ചാണ്. അപ്പോൾ ഇറ്റ്സ് മീ മുസു, വെൽക്കം ടു MKM ഡയറീസ്. ഹോംബാലെ ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഋഷഭ് ഷെട്ടി ഡയറക്റ്റ് ചെയ്ത് അദ്ദേഹം തന്നെ മെയിൻ ലീഡായിട്ട് അഭിനയിക്കുകയും ചെയ്തിട്ടുള്ള കന്നഡ മൂവിയായിരുന്നു കാന്താര എന്ന് പറയുന്നത്. പ്രിന്റ് ആൻഡ് പബ്ലിസിറ്റി അടക്കം വെറും 16 കോടി ബഡ്ജറ്റിലാണ് ഈ പടം തയ്യാറായിട്ടുണ്ടായിരുന്നത്. ഈ പടത്തിന്റെ ബിസിനസ് എന്ന് പറയുന്നത് അൺബിലീവബിൾ ബിസിനസ് ആണ്. 2022 സെപ്റ്റംബറിൽ റിലീസായ പടം ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിൽ കളക്ട് ചെയ്തത് 362 കോടിയാണ്. ഓവർസീസിൽ പടം 44 കോടി കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം വേൾഡ് വൈഡ് പടത്തിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് 407 കോടി 82 ലക്ഷമാണ്. വെറും 16 കോടി ബഡ്ജറ്റിൽ തയ്യാറായിട്ടുള്ള പടമാണ് 407 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തത് എന്ന് ഓർക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു അൺബിലീവബിൾ സക്സസ് ആയിരുന്നു ഈ പടം എന്ന് പറയുന്നത്. പടം കണ്ടിട്ടുള്ളവർക്ക് അറിയാം, തിയേറ്ററിക്കലായിക്കോട്ടെ OTT ഇറങ്ങിയ ശേഷം ആയിക്കോട്ടെ നല്ല ഗൂസ് ബംസ് മൊമെന്റ്സും നല്ല ഫീലും എക്സ്പീരിയൻസും തന്നിട്ടുള്ള പടമാണ്. അതുകൊണ്ട് തന്നെ കാന്താര ചാപ്റ്റർ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്താര പാർട്ട് 2 എക്സ്പെക്ടേഷനും അധികമാണ്. കാന്താര കർണാടകയിൽ നിന്ന് മാത്രം 168 കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കർണാടകയിൽ ഈ പടം എന്ന് പറയുന്നത് ഒരു മരണമാസ ഹിറ്റായിരുന്നു. ഇനി കാന്താര പാർട്ട് 2 അഥവാ കാന്താര ചാപ്റ്റർ 1 അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള കാന്താരയുടെ പ്രീക്വൽ ആയിട്ടാണ്. അതായത് ഈ കാന്താര എന്ന് പറയുന്ന പടം സംഭവിക്കുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചു എന്നുള്ളത് പറയുന്ന പടമാണ് കാന്താര ചാപ്റ്റർ 1. ഈ പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഋഷഭ് ഷെട്ടി തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ഇതിൽ മെയിൻ ലീഡായിട്ടും അഭിനയിക്കുന്നത്. ഈ പടം ഈ വർഷം ഒക്ടോബർ 2 റിലീസ് വേൾഡ് വൈഡ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കന്നഡ, ഹിന്ദി, തെലുങ്ക്, തമിഴ്, മലയാളം, ഇംഗ്ലീഷ് എന്നീ 6 ലാംഗ്വേജുകളിലാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. ഈ പടത്തിന്റെ ബഡ്ജറ്റ് 125 കോടിയാണ്. ഫസ്റ്റ് പാർട്ടിന്റെ ബഡ്ജറ്റ് വെറും 16 കോടിയായിരുന്നു. അവിടെയാണ് 125 കോടിയിൽ രണ്ടാമത്തെ പാർട്ട് എടുക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം എക്സ്പെക്ടേഷൻ ഈ പടത്തിന്റെ മേലെ ഉണ്ട് എന്നുള്ളത്. ഈ പടത്തിന്റെ ബഡ്ജറ്റ് ആയിട്ടുള്ള 125 കോടി റിലീസിന് മുമ്പ് തന്നെ റിക്കവർ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രീ റിലീസ് ബിസിനസ് നോക്കാം നമുക്ക്. അപ്പോൾ ഈ പടത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ആമസോൺ പ്രൈമാണ്. 125 കോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിന്റെ ബഡ്ജറ്റ് എന്താണോ അത് അവർക്ക് OTT റിലീസിൽ നിന്ന് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് KGF 2 എന്ന് പറയുന്ന പടത്തിന് ശേഷം OTT റൈറ്റ്സ് ആയിട്ട് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള രണ്ടാമത്തെ പടമാണ് കാന്താര ചാപ്റ്റർ 1. മാത്രമല്ല ആന്ധ്ര തെലുങ്കാന തിയേറ്ററിക്കൽ റൈറ്റ്സ് വിറ്റ് പോയിട്ടുള്ളത് 100 കോടിക്കാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 100 കോടി മുടക്കി ആന്ധ്ര തെലുങ്കാന തിയേറ്ററിക്കൽ റൈറ്റ്സ് സ്വന്തമാക്കിയ ആളുകൾക്ക് ഈ പടത്തിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 170 കോടി രൂപയെങ്കിലും തിയേറ്ററിക്കലി അവർ കളക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കാന്താര പാർട്ട് 1 കിട്ടിയിട്ടുള്ള കളക്ഷനേക്കാൾ 3 ഇരട്ടി കളക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് 170 കോടി ഉണ്ടാക്കാനും അവർ മുടക്കിയിട്ടുള്ള 100 കോടി രൂപ എന്ന് പറയുന്ന പൈസ അവർക്ക് ബ്രേക്ക് ഈവൻ ആവാനും സാധിക്കുള്ളൂ. അതേപോലെ നോർത്ത് ഇന്ത്യ റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് AA ഫിലിംസ് ആണ്. അതുപോലെ തന്നെ കേരള തിയേറ്ററിക്കൽ റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് പൃഥ്വിരാജിന്റെ പ്രൊഡക്ഷൻ ഹൗസ് ആണ്. പക്ഷേ ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. അദ്ദേഹം റിലീസ് ചെയ്യുന്നതിന് മുമ്പുള്ള ടേംസ് എങ്ങനെ പറയുന്നത് 45 and 55% എന്നുള്ള ലെവലിലാണ്. അതായത് 45% ഇത് റിലീസ് ചെയ്യുന്ന അവർക്കും അതുപോലെ തന്നെ 55% ഇതിന്റെ പ്രൊഡക്ഷൻ ടീമിനും ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് ഒരു ക്ലാഷ് നിൽക്കുന്നത് എന്താ വെച്ചാൽ 50-50 കിട്ടണം എന്നുള്ള ലെവലിലാണ് തിയേറ്റർ ടീംസ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ പടം റിലീസ് ആവോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. ചിലപ്പം ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലും സ്മൂത്തായിട്ട് പടം റിലീസ് ചെയ്യും. പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ഹൗസിന് ഇത് ഈ ടേംസ് ആൻഡ് കണ്ടീഷനിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഹോംബാലെ പ്രൊഡക്ഷൻസ് നേരിട്ട് ഇറങ്ങി തിയേറ്ററിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് ഡയറക്റ്റ് സംസാരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് അറിയാൻ സാധിച്ചത്. ഇതിലുള്ള സത്യാവസ്ഥ നമുക്കറിയില്ല. ഓക്കെ, എനിവേ കേരളത്തിൽ ഈ പടം ഒക്ടോബർ 2 റിലീസ് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അപ്പം റിലീസ് ചെയ്തില്ലേ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് പടം റിലീസ് ചെയ്യും. കാരണം മലയാളം വേർഷനും ഡബ്ഡ് വേർഷൻ റെഡിയാണ്. പിന്നെ ഈ പടത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മലയാളികളുടെ സ്വന്തം ജയറാമേട്ടൻ ഈ പടത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തിൽ എത്തുന്നുണ്ട്. മാത്രമല്ല ഈ പടത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഋഷഭ് ഷെട്ടിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. അദ്ദേഹം തുഗ്ലക് എന്ന് പറയുന്ന 2012 ഇറങ്ങിയ പടത്തിലൂടെയാണ് സിനിമാ കരിയറിന് തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം റിക്കി എന്ന് പറഞ്ഞ ഒരു പടത്തിൽ ഡയറക്ടറായി മാറി. അത് 2016 ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ പടത്തിൽ അദ്ദേഹം തന്നെ ആയിരുന്നു ഹീറോ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം അദ്ദേഹം കിർക്ക് പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ പ്രേമൊക്കെ പോലെ ഒരാളുടെ ലൈഫ് കോളേജ് കാലഘട്ടം മുതൽ സ്കൂൾ കാലഘട്ടം മുതൽ പറയുന്ന ഒരു അടിപൊളി പടമാണ്. ഇവനെ ശ്രീമൻ നാരായണ അതേപോലെ തന്നെ ഗരുഡഗമന വൃഷഭ വാഹന എന്ന് പറയുന്ന പടങ്ങളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഋഷഭ് ഷെട്ടിനെ കുറിച്ച് പറയാനുള്ളത്. കാന്താര ചാപ്റ്റർ 1 എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ ട്രെയിലറൊക്കെ കണ്ട സ്ഥിതിക്ക് ഐ എം സോ എക്സൈറ്റഡ്. അപ്പോൾ ഓക്കെ, ഇതുപോലുള്ള ഒത്തിരി സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്.
ഇനി ഇറങ്ങാൻ പോകുന്ന പടങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ള പടം ഏതാണെന്നും ഇപ്പോൾ ഇറങ്ങിയ പടങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള പടം ഏതാണെന്നും നിങ്ങൾ കമൻറ്റിൽ കുറിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഓക്കെ, താങ്ക് യു.